വലിയ വിജയമാണ്. ഇതുപോലൊന്ന് ലോകത്ത് മറ്റെങ്ങുമില്ല. അഭിമാനവും ആത്മവിശ്വാസവും നിറഞ്ഞ വാക്കുകളോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ച ഈ നേട്ടം റഷ്യൻ ഫെഡറേഷന്റെ സൈനിക ശക്തിക്ക് സമാനതകളില്ലാത്ത ഒരു പുതിയ മാനം നൽകിയിരിക്കുകയാണ്. ആണവ ശക്തിയുള്ള ഓട്ടോണമസ് ടോർപിഡോ ആയ പോസിഡോൺ വിജയകരമായി പരീക്ഷിച്ചതോടെയാണ് ലോക സൈനിക ശക്തികളെ അമ്പരപ്പിച്ച ഈ സുപ്രധാന പ്രഖ്യാപനം പിറന്നത്. റഷ്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ അതിശക്തവും തകർക്കാനാവാത്തതുമായ ഒരു മുന്നേറ്റമാണ് ഈ പരീക്ഷണം അടയാളപ്പെടുത്തുന്നത്. യുക്രൈനിലെ യുദ്ധത്തിൽ പരിക്കേറ്റ റഷ്യൻ സൈനികരെ രാജ്യതലസ്ഥാനമായ മോസ്കോയിലെ ഒരു ആശുപത്രിയിൽ സന്ദർശിക്കുന്നതിനിടെയാണ് വ്ളാഡിമിർ പുടിൻ ഈ സുപ്രധാന വാർത്ത ലോകത്തെ അറിയിച്ചത്. ഈ വിജയം റഷ്യൻ ശാസ്ത്രജ്ഞരുടെയും സൈനികരുടെയും അചഞ്ചലമായ സമർപ്പണത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമാണെന്ന് അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. ആദ്യമായി ഒരു കാരിയർ അന്തർവാഹിനിയിൽ നിന്ന് ലോഞ്ച് എഞ്ചിൻ ഉപയോഗിച്ച് ഇത് വിക്ഷേപിക്കാൻ മാത്രമല്ല, ഈ ഉപകരണം ഒരു നിശ്ചിത സമയം കടന്നുപോയ ആണവോർജ യൂണിറ്റ് വിക്ഷേപിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യൻ ആയുധ ശേഖരത്തിലെ ഏറ്റവും വിനാശകരമായ ആയുധങ്ങളിലൊന്നാണ് പോസിഡോൺ ആണവ ടോർപിഡോ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഊന്നി പറഞ്ഞതുപോലെ പോസിഡോണിന്റെ പ്രഹരശേഷി റഷ്യയുടെ നിലവിലുള്ള ഏറ്റവും നൂതനമായ ഭൂഖണ്ഡാതല ബാലിസ്റ്റിക് മിസൈലായ സെർമാറ്റിന്റെ അഥവാ സാത്താൻ 2വിന്റെ ശക്തിയേക്കാൾ ഗണ്യമായി കൂടുതലാണ്. ഈ സൂപ്പർ ടോർപിഡോ ഒരു സാധാരണ ആയുധമല്ല, മറിച്ച് ഇതൊരു ആണവ ശക്തിയുള്ള ആണവ വാഹക ശേഷിയുള്ള ആളില്ല അണ്ടർ വാട്ടർ വാഹനമാണ്. ഇത് അടിസ്ഥാനപരമായി ഒരു സ്വയംഭരണ അണ്ടർ വാട്ടർ ഡ്രോൺ അല്ലെങ്കിൽ സൂപ്പർ ടോർപിഡോ എന്നറിയപ്പെടുന്നു. ഇതിന്റെ സമാനതകളില്ലാത്ത രൂപകൽപ്പനയും പ്രവർത്തന രീതിയും ലോക സൈനിക തന്ത്രജ്ഞർക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പോസിഡോണിന്റെ രൂപകൽപ്പന അതിനെ ലോകത്തിലെ മറ്റെല്ലാ ആയുധങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. ഇതിന് കരുത്ത് നൽകുന്നത് ഒരു മിനിയേച്ചർ ന്യൂക്ലിയർ റിയാക്ടറാണ്. ഈ ആണവോർജ യൂണിറ്റ് കാരണം പോസിഡോണിന് ഫലത്തിൽ പരിധിയില്ലാത്ത ദൂരത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും. ഇത് മിക്ക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും പരിധിക്കപ്പുറം വളരെ ആഴത്തിൽ അതീവ വേഗതയിൽ സഞ്ചരിക്കാൻ രൂപകൽപ്പന ചെയ്തിരുന്നവയാണ്. പരമ്പരാഗത യുദ്ധമുറകളിലെ റഡാർ, സോണാർ സംവിധാനങ്ങൾക്ക് ഇതിനെ കണ്ടെത്താനോ തകർക്കാനോ ഉള്ള സാധ്യത വിരളമാണ്. അതുവഴി ശത്രുവിന്റെ തീരപ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ കൃത്യമായി തകർക്കാൻ ഇതിന് സാധിക്കുന്നു. സൈനിക വിദഗ്ധർ പോസിഡോണിനെ റഷ്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ പ്രതിരോധ തന്ത്രത്തിന്റെ അത്യാധുനികമായ ഒരു ഘടകമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ശത്രു രാജ്യങ്ങളുടെ പരമ്പരാഗത മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ ആണവ പ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കപ്പെട്ടാൽ പോലും വിനാശകരമായ ഒരു പ്രതികാര ശേഷി ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരായുധമാണിത്. പോസിഡോൺ ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന് തീരദേശ പ്രദേശങ്ങളെ വാസയോഗ്യമല്ലാതാക്കുന്ന റേഡിയോ ആക്റ്റീവ് സുനാമികൾ സൃഷ്ടിക്കാനുള്ള അതിന്റെ കഴിവാണ്. പോസിഡോണിൽ വഹിക്കുന്ന ഭീമാകാരമായ ന്യൂക്ലിയർ വാർഹെഡ് കടലിനടിയിൽ സ്ഫോടനം സൃഷ്ടിക്കുമ്പോൾ റേഡിയോ ആക്റ്റീവ് കണികകൾ വഹിച്ചുകൊണ്ടുള്ള കൂറ്റൻ തിരമാലകൾ തീരപ്രദേശങ്ങളിലേക്ക് ആഞ്ഞടിച്ച് ശത്രു രാജ്യങ്ങളുടെ പ്രധാന തീരദേശ നഗരങ്ങളെയും തുറമുഖങ്ങളെയും പൂർണ്ണമായി തകർത്ത് കളയാൻ ശേഷിയുള്ളതാണ്. ഈ അസാധാരണമായ പ്രഹരശേഷിയാണ് പോസിഡോണിനെ ലോകത്തിലെ ഏറ്റവും ഭീകരമായ ആയുധങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത്. പോസിഡോൺ പരീക്ഷണം അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്കും തന്ത്രങ്ങൾക്കും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്കൻ തീരദേശ നഗരങ്ങളെയും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിടുന്ന പോസിഡോൺ പോലുള്ള ആഴത്തിൽ സഞ്ചരിക്കുന്ന അണ്ടർ വാട്ടർ ഡ്രോണുകളെ കണ്ടെത്താനോ തടയാനോ ഉള്ള കഴിവ് നിലവിലെ അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കില്ല. റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ വിജയം ആഗോള ആണവ മത്സരത്തിൽ ഒരു പുതിയ ഘട്ടം സൃഷ്ടിച്ചിരിക്കുകയാണ്. 2018 റഷ്യൻ പ്രസിഡന്റ് പുടിൻ 2 പുതിയ ആണവായുധങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. അത് പോസിഡോണും ആണവ ശക്തിയുള്ള ക്രൂയിസ് മിസൈലായ ബ്യുറേവെസ്നിക്കുമായിരുന്നു. ഈ ആയുധങ്ങളെ അമേരിക്ക ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ ഉടമ്പടിയിൽ നിന്ന് 2001 പിന്മാറിയതിനും നാറ്റോയുടെ തുടർച്ചയായ വിപുലീകരണത്തിനുമെതിരെയുള്ള റഷ്യയുടെ ശക്തമായ പ്രതികരണമായാണ് പുടിൻ വിശേഷിപ്പിച്ചത്. പോസിഡോണിനു പുറമെ റഷ്യ അടുത്തിടെ വികസിപ്പിച്ച ഹൈപ്പർസോണിക് ആയുധങ്ങളും അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ്. ശബ്ദത്തിന്റെ 10 മടങ്ങ് വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന എയർ ലോഞ്ച്ഡ് ഹൈപ്പർസോണിക് മിസൈലായ കിൻഷാൽ ശബ്ദത്തിന്റെ 20 മടങ്ങ് വരെ വേഗതയിൽ സഞ്ചരിച്ച് പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് ലക്ഷ്യത്തിലെത്തുന്ന അവൻഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ, 18,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള സർമാറ്റ് ഭൂഖണ്ഡാതല ബാലിസ്റ്റിക് മിസൈൽ എന്നിവയെല്ലാം റഷ്യയുടെ നൂതന ആയുധ ശേഖരത്തിലെ പ്രധാന ഇനങ്ങളാണ്. ഈ ആയുധങ്ങളുടെ എല്ലാം പ്രത്യേകത
നിലവിലുള്ള ഏതൊരു മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും മറികടക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നതാണ്. റഷ്യൻ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും അസാമാന്യമായ വൈദഗ്ധ്യവും രാജ്യത്തോടുള്ള കൂറും ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഈ വിജയങ്ങൾ റഷ്യൻ ഫെഡറേഷൻ തങ്ങളുടെ അതിർത്തികളെയും പരമാധികാരത്തെയും സംരക്ഷിക്കാൻ എന്നും പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്ന് അടിവരയിടുന്നു. ഇത് വെറുമൊരു സാങ്കേതിക വിജയം മാത്രമല്ല, റഷ്യൻ ജനതയുടെ പ്രതിരോധ വീര്യത്തിന്റെ വിജയം കൂടിയാണ്.